ഹലോ, ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് റഹീമുദ്ദീൻ സാറിന്റെ ഡോക്ടർ റഹീമുദ്ദീൻ PK സാറിന്റെ ബിഹേവിയർ വാക്സിൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. മിക്കവാറും കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്ക് അതിനെ പരിചയപ്പെടുത്തുക, അതിലെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ വളർത്തുന്ന മക്കളെയും കൗമാരക്കാരെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ ചിട്ടപ്പെടുത്തിയിട്ട് അവരുടെ ബിഹേവിയറിലേക്ക് അതിലൊരു ഇൻഫ്ലുവൻസ് ചെയ്യാം, പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ സൈക്കോളജിസ്റ്റുമാർക്കും പാരൻസിനും എൽഡർ ആയിട്ടുള്ള എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, ടീനേജേഴ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യണത്. ഓക്കെ, അപ്പം ഈ ബിഹേവിയർ വാക്സിൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് റഹീമുദ്ദീൻ സാറ് കൊണ്ടുവന്നതാണ്. സാറ് മെയ്യിലൊക്കെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മെന്റൽ ഹെൽത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് റെഫർ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. എന്തിനെ കുറിച്ചും അറിയണം. അപ്പോ എപ്പോഴും വെസ്റ്റേൺ ഐഡിയാസ് ആണ്, വെസ്റ്റേണിലാണ് നമ്മൾ അതാണ് അവൈലബിൾ ആയിട്ടുള്ള. അവിടെയാണ് റിസർച്ച് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് വെച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണെന്ന് ചിലപ്പോൾ തോന്നുന്ന സാധനമാണ് നമ്മളെ നാട്ടിലെ കേരളത്തിൽ തന്നെ ഉള്ള സൈക്കോളജിസ്റ്റുമാരുടെ ഇന്റർവ്യൂസും ഇതുപോലത്തെ റിസർച്ച് ചെയ്തിട്ട് അവരിടുന്ന ആർട്ടിക്കിൾസും. ഇപ്പൊ ഈ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ആളുകളെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഒരു കൾച്ചറും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ബേസ് ചെയ്തിട്ട്. മറ്റേതാവുമ്പോ അത് ഭയങ്കര ഡിഫറൻസ് കാണാം, നല്ല ഡിഫറൻസ്. ഈ ഒരു റീജിയൻ ഡിഫറെന്റ് ആവുമ്പോൾ അതിനനുസരിച്ച് ഡിഫറെന്റ് ഉണ്ടാവും. ഇവിടുത്തെ കൾച്ചറും പിന്നെ ഇവിടെ ഇപ്പൊ സാറ് എന്ന് പറഞ്ഞാൽ 14 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസിൽ സാർ CDMRP എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊജക്ട് ഒക്കെ റൺ ചെയ്തിട്ടുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോഴും അത് ഓൺഗോയിങ് ആണ്, ഇപ്പോഴും ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പം അത്രയും ആൾക്കാരെയൊക്കെ കണ്ട്, അവിടുത്തെ പാരന്റ്സിനെ കണ്ട്, ഇതിനെ കുറിച്ച് ഒരുപാട് അറിഞ്ഞിട്ട് ഇറക്കുമ്പം കേരളത്തിൽ നിന്ന് ഉള്ളത് കേരളത്തിലേക്ക് തന്നെ എന്നുള്ള ഒരു നല്ലൊരു ഐഡിയ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് പാരന്റ്സിന് യൂസ് ചെയ്യുമ്പോൾ, സൈക്കോളജിസ്റ്റിന് യൂസ് ചെയ്യുമ്പോൾ, മുതിർന്നവർക്ക് താഴെയുള്ള പിള്ളേർക്കും വേണ്ടി യൂസ് ചെയ്യുമ്പോൾ, ആസ് എ സൊസൈറ്റി നല്ലൊരു സാധനം എന്നുള്ള ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ബിഹേവിയറിനെ വാക്സിനേറ്റ് ചെയ്യുക, ഇതാണ് സാറിന്റെ ഒരു ഐഡിയ വരുന്നത്. വാക്സിൻ എന്നുള്ളത് മെന്റൽ ഹെൽത്തിലേക്ക്. അതാണ്, അത് കേൾക്കുമ്പോ നമ്മള് പറയും ഇപ്പൊ ചിക്കൻ ബോക്സ് വരണ്ട, വാക്സിൻ വെച്ചോ. അപ്പൊ ഇതിപ്പോ ബിഹേവിയറിൽ ഒരു ഇഷ്യൂ വരണ്ട, വാക്സിൻ വെച്ചോ. അപ്പൊ നമുക്ക് വാവ്, നല്ല സാധനം അല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ഐഡിയ പെട്ടെന്ന് കയറി വരും. ഈ വാക്സിൻ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുമല്ലോ. അതേപോലെ അപ്പൊ നമുക്കത് കുട്ടികൾക്ക് എത്തിക്കാം എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയാണ് ഇത് എല്ലാവർക്കും എത്തിക്കണം എന്നുള്ള ഒരു ഐഡിയ തന്നെ വന്നത്. അപ്പം സാറിന്റെ ബിഹേവിയർ വാക്സിൻ പ്രൊജക്ട് സാർ ഇടുന്നത്, ഇപ്പം ഇൻസ്റ്റയില് സാറിന്റെ ബിഹേവിയർ വാക്സിൻ എന്ന് പറഞ്ഞ പേജിൽ സാർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ലാസ്റ്റിലൊക്കെ ആയിട്ടാണ് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം അതിന് മെയ് എന്ന് പറയുമ്പോൾ സ്കൂൾ തുറക്കണതിന്റെ മുന്നേ സ്കൂളിലേക്ക് പോണ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് സാർ പറഞ്ഞത്. നിങ്ങളെ കുട്ടികൾക്ക് ബാഗ് വാങ്ങിക്കണ്, വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണ്, ഷൂസ് വാങ്ങിക്കണ്, പുസ്തകങ്ങളൊക്കെ കവർ ചെയ്ത് കൊടുക്കണ്, എവറിത്തിങ് മെറ്റീരിയൽ ആയിട്ട് അവൈലബിൾ ആണ്. എവിടെ കുട്ടിക്കുള്ള മാനസിക പ്രിപ്പറേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് കൂടിയാണ്. അത് നടക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ശരിയാണ്. അപ്പൊ അതില് സാറിന് മാത്രല്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിക്കണ കുറെ ഇവന്റ്സ് കഴിഞ്ഞ അക്കാഡമിക് ഇയറിന്റെ ലാസ്റ്റില് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിപ്പം എന്താ പറയാ, അക്രമങ്ങളായിട്ടും ക്രൂരകൃത്യങ്ങളായിട്ടും ഒക്കെ വന്നു. അത് ചെയ്തത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് എത്തിണ്ടാവുക. അപ്പം എങ്ങനെയാണ് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് സാർ അതിന് കൃത്യ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവരും എപ്പോഴും കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം എന്തായിരിക്കും ഏകദേശം. ഇപ്പൊ നമ്മളടുത്തൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുക, നല്ല പെരുമാറ്റമായിരിക്കണം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുട്ടിക്ക് ഫസ്റ്റ് ആയിട്ട് എന്താ ചെയ്തു കൊടുക്കുക, എന്റെ കുട്ടി അല്ലെ എന്റെ അനിയത്തി അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആൾ ഇങ്ങനെ ആയിരിക്കണം, നല്ല പെരുമാറ്റം. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഫസ്റ്റില് കുട്ടിക്ക് ചെയ്തു കൊടുക്കുക? ഫുഡിൽ നമ്മൾ പോയിട്ട് കുട്ടീനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊന്നും ചെയ്യരുത്, രാവിലെ എണീറ്റിട്ട് സ്കൂളിൽ പോകുമ്പോൾ മടി പിടിക്കരുത്. നമ്മളെ ആവശ്യതാണ്. എന്താ നമ്മളിങ്ങനെ സ്വപ്നം കാണാണ്, കിട്ടുന്നത് ജൂൺ 1 സ്കൂൾ തുറക്കണം, രാവിലെ എണീക്കണ എന്റെ കുട്ടി രാവിലെ എണീച്ചാണ്ട്
ഹായ് എന്ത് രസാ സ്കൂള് എന്ന് പറഞ്ഞ എണീച്ച് പോണ്. സ്കൂളിൽ പോകുന്നു. ആ എന്ത് രസാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോണ്. അപ്പൊ അത് നമ്മളൊരു സ്വപ്നമാണ്. ഡേ 1 ഡേ 2 ഡേ 3 ഒരു ഫുൾ വീക്ക് 5 ഡേയ്സ് വീക്ക് കുട്ടി രസമായിട്ട് പോകണം. അതെങ്ങനെ നടക്കണം എന്നുള്ളതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിത്രം ഉണ്ടോ? നമ്മളെ ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സാധനം എന്താ? ലാംഗ്വേജ് ആണ്. എനിക്ക് പോവാ. അത് ഇന്ന് രാവിലെ ആയി, ഇന്ന് സ്കൂളുണ്ട്. തലേന്ന് പ്രിപ്പയർ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്ന് പറഞ്ഞാല് പാരന്റ്സും കുറേ എന്താ പറയാ, നമ്മളുമാതിരി എല്ലാവരും നേരത്തെ പ്രിപ്പയർ ചെയ്യണവരുണ്ട്. അപ്പൊ തലേന്ന് തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ സ്കൂൾ തുറക്കാനായി അങ്ങനെ അങ്ങനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കും. അപ്പം സാറിന്റെ ഒരു പ്രൊജക്റ്റില് സാറ് ഇത് കുറച്ചും കൂടി ഡെപ്തിൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രിപ്പയറിംഗ് എന്നുള്ള സാധനം അതൊരു ടോട്ടൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മളെ കൂടെ വളർന്നു വരുന്ന ഒരു തലമുറ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആർ ബൗണ്ട് ടു മോഡൽ ദം വിത്ത് എ സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് എന്നാണ് പറയണത്. അപ്പൊ അത് എല്ലാത്തിലും പറയണുണ്ട്. അത് സ്ലീപ്പിൽ പറയണുണ്ട്, ഫുഡിൽ പറയുന്നുണ്ട്, എക്സസൈസിൽ പറയുന്നുണ്ട്, റീഡിങ് അങ്ങനത്തെ ഹാബിറ്റ് ഫോർമേഷനിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിവൈസ് യൂസിലും പറയുന്നുണ്ട്. അത് പ്രശ്നം ആണ് എന്നുള്ള പോലെ സാർ പറയണില്ല. അതാണ് അതിന്റെ ഭംഗി. ഡിജിറ്റൽ വെൽബീയിങ്ങിനുള്ള ഹാബിറ്റ്സ് പറയണുള്ളൂ. ഡു നോട്ട് യൂസ് യുവർ ഡിവൈസ് എന്നുള്ള സാധനം സാറിന്റെ പ്രൊജക്റ്റിൽ വരുന്നില്ല. ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല അല്ലേ? അത് ശരിയാ. അതാണ് ശരിക്കും എല്ലാവരുടെ ഐഡിയ അതാ വരുന്നത്. ഫോൺ ഉപയോഗിക്കാത്തരില്ല, അതും എന്റെ കുട്ടി ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പോസിബിൾ അല്ല. അപ്പം അങ്ങനെ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞ സാധനം അടക്കം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ടച്ച് ചെയ്തിട്ട് ജീവിത രീതി ചിട്ടപ്പെടുത്തുക എന്നുള്ള ഒരു ഐഡിയ ആണ് കൊണ്ടുവരുന്നത്. ഞാനിപ്പോ ജീവിത രീതി ചിട്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ ചിലര് ചിലപ്പം പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്യും. ഇതിപ്പോ എല്ലാവരും പറയണല്ലേ, രാത്രി വേഗം കിടന്നുറങ്ങണം, രാവിലെ എണീക്കണം, രാത്രി അത് ചെയ്യണം, സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതിപ്പോ എന്താ എല്ലാവർക്കും പറയാനുണ്ട്, ഇവർക്കും പറയാനുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഇത് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഐഡിയ എന്താ? ഇന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല, അന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇപ്പൊ കേട്ടോണ്ടിരുന്നിട്ടുള്ള കാര്യമുണ്ടോ? പറഞ്ഞോട്ടെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഈ ഒരു ഐഡിയ കൊണ്ടുവരുമ്പം, ഇപ്പം സാർ ഇങ്ങനെ ഒരു ഐഡിയ ബിഹേവിയർ വാക്സിനിലൂടെ കൊണ്ടുവരുമ്പം ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു കൃത്യതയും നമുക്കിത് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു പോസിറ്റിവിറ്റി. ആ ഐഡിയന്റെ ഒരു എഫിഷ്യൻസി അതാണ്. അതായത് ഇപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ കുറെ സാധനങ്ങൾ പ്രസംഗിച്ചിട്ട് ഞാൻ എണീറ്റ് പോണ രീതിയിലല്ല. സാർ പറയുന്നത് ഹൗ കൻ യു പ്രാക്ടീസ് ദിസ് വിത്ത് യുവർ കിഡ്സ്? ഓരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് ഓരോ ഏരിയ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്ത് മെല്ലെ മെല്ലെ ഡിഫറൻസസ് എങ്ങനെ കൊണ്ടുവരാം, ഇത്രയും സാധനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ഈ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം തന്നെ തരുന്നുണ്ട്. അപ്പൊ ഞാനെപ്പോഴും പാരന്റിങ്ങിനെ കുറിച്ചിട്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പറയും, നമ്മൾ നിലമറിയാതെ ഉഴുത് മറിക്കരുത് എന്ന് പറയും. അതായത് നമുക്കൊരു നിലം എന്ത് നിലത്തിലാണ് നമ്മുടെ കാൽപ്പയം കൊണ്ട് ഇറങ്ങണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വർക്കാവില്ല. ആ കംപ്ലീറ്റ് പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെപ്പം ഒരു എൽഡർ ആയിട്ട് യങ്ങർ ജനറേഷന്റെ അടുത്തേക്ക് പോയി കഴിയുമ്പോഴും വാട്ട് ആർ ദേ, ആരാണ് അവര്, എന്താണ് അവരുടെ ഫീച്ചേഴ്സ്, ഇതിനെ കുറിച്ച് നല്ലൊരു അവബോധം തരുന്നുണ്ട്. അപ്പം ജനറേഷൻസ്, അതെ, നമ്മളെ സൈഡിൽ നിന്നിട്ട് അവരെ കാണരുത്, അവരെ ഭാഗത്ത് നിന്നിട്ട് വേണം മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിൽ ആ സാധനം തുടങ്ങുന്നുണ്ട്. ജനറേഷൻസ് പറയുന്നുണ്ട്, നമ്മളെ ജനറേഷൻ ഏതാണ്, ഇവരുടെ ജനറേഷൻ ഏതാണ്, ഓരോ ജനറേഷന്റെയും പ്രത്യേകത എന്താണ്, ഈ പ്രത്യേകതകൾ ബിഹേവിയറിലും മെന്റൽ ഹെൽത്തിലും വരുമ്പോൾ മാത്രം എന്ത് പ്രത്യേകതകളാണ് വരുന്നത്, എത്ര. അപ്പം നമുക്ക് ഒരു സംഭവം പറയാം, ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം. ഇപ്പം എൻ്റെ അടുത്തൊരു പാരന്റ് ഇന്നലെ വന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടി ഭയങ്കര ഇമോഷണലാ. അപ്പോ ആ കുട്ടിക്ക് 10 വയസ്സിന്റെ 14 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി. അപ്പൊ ഈ കുട്ടി ഭയങ്കര ഇമോഷണലാ. എന്താ ഇമോഷൻസ്?
ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും. അതാണ് ഇമോഷൻസ്. അപ്പം ഈ പാരന്റ് ആലോചിക്കുന്നത് എന്താ വെച്ചാല്, നമ്മളോട് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു വിചാരിച്ചാൽ നമ്മൾ റിയാക്ട് ചെയ്യണ്ടോ? പാരന്റ് ആലോചിക്കുന്നത് അത് എന്റെ മാനാസിന്റെ ജനറേഷൻ വരെ വ്യത്യാസം വരും. 10 കൊല്ലം വ്യത്യാസം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത് പാരന്റ് കുട്ടിയും തമ്മിൽ ഏകദേശം 15 വർഷം 16 വർഷത്തോളം വ്യത്യാസം വരും. അല്ലല്ല 23 വർഷത്തോളം വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ 2.5 ഡെക്കേഡ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ 2.5 ഡെക്കേഡ് എന്ന് പറയുമ്പോൾ ജനറേഷൻസിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ആ ജനറേഷന്റെ വ്യത്യാസത്തില് ഇമോഷണൽ സെൻസിറ്റിവിറ്റിനെ അളക്കുമ്പോൾ, അതായത് വീട്ടിലുള്ള ആൾക്കാർ, ഈ മദർ അല്ലെങ്കിൽ ഈ കുട്ടീന്റെ ഗ്രാൻഡ് പാരന്റ്സ്, വേറെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാലും, അല്ലെങ്കിൽ കുട്ടീന്റെ സിബ്ലിങ്സ് പറഞ്ഞാലും, ഇതൊക്കെ ഭയങ്കര ഇമോഷണൽ ആവും. അല്ലെങ്കിൽ ഇയാളിപ്പോ എൽഡർ ആണ് വിചാരിക്കുക, ഈ കുട്ടി ഏറ്റവും എൽഡസ്റ്റ് ആണ് വിചാരിക്കുക, അതിന്റെ താഴെയുള്ളവർക്ക് കൂടുതൽ കെയർ കിട്ടിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 12 വയസ്സിന്റെ മേലുള്ള ഒരു കുട്ടി എന്തിനാ 4 വയസ്സായ കുട്ടിക്ക് കെയർ കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഇമോഷണലി സെൻസിറ്റീവ് ആണ്? മനസ്സിലായോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് പാരന്റ്സ് ചോദിക്കുന്നത്. അത് ഇമോഷൻസ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊരു ഭയങ്കര ഇമോഷനാണ്. അത് തിളച്ചു വരിക. പാരന്റിനെ കാണുമ്പോ പേടിയാവണ്, ഗ്രാൻഡ് പാരന്റിനെ കാണുമ്പോ പേടിയാവണ്, താഴെയുള്ളവർക്ക് കാണുമ്പോ പേടിയാവണ്. സ്കൂളിൽ നിന്നില്ല വീട്ടിൽ നിന്നുള്ളൂ എന്നുള്ള ഒരു ഗുണമുണ്ട്. സ്കൂളിൽ നിന്ന് ഇമോഷണലി സെൻസിറ്റീവ് ആവുന്നവരുണ്ട്. ടീച്ചേഴ്സ് വന്ന് സംസാരിക്കും, എന്താ ഇപ്പോഴത്തെ കുട്ടികൾ ഇത്രയും ഇമോഷൻസ്, എന്താ ഇവരിങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് ചോദിക്കും. ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, ഹാൻഡിൽ ചെയ്യാൻ അറിയണില്ല എന്ന് പറയും, എപ്പോഴും ഫൈറ്റ്സ് ഉണ്ടാവുകയാണെന്ന് പറയും. അപ്പൊ ഈ ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു എലമെന്റിന് റഹീമുദ്ദീൻ സാറിന്റെ പ്രൊജക്ടിൽ സാർ പറയുന്നുണ്ട്, കമ്മിങ് ജനറേഷൻ ആൻഡ് ഓൺഗോയിങ് ജനറേഷൻ, നമ്മൾ ഈ പറഞ്ഞ ജെൻസി, ജെൻ ആൽഫ എന്ന് പറയുന്ന ജനറേഷൻ, അവർ ഇമോഷണലി സെൻസിറ്റീവ് ആണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യണം. അതെ, ബാക്കിയുള്ളവർ അത് മനസ്സിലാക്കണം. അതായത് ഇപ്പൊ നമ്മളെ നാട്ടില് കാലാവസ്ഥ മാറി മറിഞ്ഞു വരുന്നേ, അതിനനുസരിച്ചിട്ട് പണ്ട് മഴ പെയ്തിരുന്നേക്കാൾ കുറച്ച് മഴ പെയ്യുമ്പോഴത്തേന് വെള്ളം അധികം ആവുന്ന ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പാടില്ല, പറയാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അപ്പൊ നമ്മളെ കാലാവസ്ഥ മാറി, നാട് മാറി, ജോഗ്രഫിക്കലി, അതുമാതിരി നമ്മളെ നാട്ടിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിള്ളേര് ഇങ്ങനാണ്. അവർ ഇമോഷണലി, അത് ഒരു എലമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ എലമെന്റ് പറഞ്ഞാൽ മൊബൈൽ യൂസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു എലമെന്റ് പറഞ്ഞു. അപ്പൊ ഇതുപോലെ എന്തൊക്കെയാണ് ജെൻ ആൽഫ അല്ലെങ്കിൽ ജെൻ സി എന്ന് പറയുന്ന ജനറേഷന്റെ കറക്റ്റ് പെക്യുലാരിറ്റീസ്, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുട്ടികളായി കഴിഞ്ഞാല് അവർക്ക് എന്താണ്, വിഷ്വൽ ലേണേഴ്സ് ആണ്. സാർ പറഞ്ഞ വേറൊരു സംഭവം, വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുമ്പം, ഇപ്പം നമ്മൾ ക്ലാസ് കേട്ട് പഠിക്കും, അതിനേക്കാളും എല്ലാ പിള്ളേരും ഇപ്പൊ വന്നിട്ട് പറയും. ഇപ്പൊ 2 ദിവസം മുന്നേ ഒരു പയ്യൻ വന്നു, അവന് സൈലത്തിന്റെ ക്ലാസ് ആണ് ഇഷ്ടം, അവന് ടീച്ചറിന്റെ ക്ലാസ്സിനേക്കാളും ഇഷ്ടം സൈലത്തിന്റെ ക്ലാസ്. അത് ഒരാളല്ല, അതിപ്പം കോളേജിലെ സ്റ്റുഡൻസിനോട് സംസാരിച്ചു കഴിഞ്ഞാലും അവര് എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കേൾക്കണ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. ഇത് അവര് അതിനെ എന്താ ഇഷ്ടമാണ്, അതാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഫിസിക്കൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളോട് താല്പര്യക്കുറവ് എന്നുള്ളതിനേക്കാളും മറ്റതിനോടൊരു കൂടുതൽ ഇമ്പോർട്ടൻസ്, കുറച്ചും കൂടി ലൈറ്റിംഗ് ഉള്ള, കുറച്ചും കൂടി സൗണ്ട് ഉള്ള, കുറച്ചും കൂടി എഫക്റ്റ് ഉള്ള സാധനങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. അത് പെന്നുള്ളത് മാറ്റിയിട്ട്, ബുക്ക് പെന്ന് വലിയൊരു ഇഷ്യൂ ആണ് അല്ലെ, ബുക്ക് പെന്നൊക്കെ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും കുറച്ചുകൂടി ഒരു വിഷ്വലായിട്ട് ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളോട് ആണ് താല്പര്യം. അപ്പൊ ഇത് ഈ സാധനം വരുമ്പോ ഇതിന്റെ കൂടെ വരുന്ന വേറൊരു ഇഷ്യൂ സംഭവം എന്താ വെച്ചാല് ഫിസിക്കൽ ഇനാക്ടിവിറ്റി കയറി വരുന്നുണ്ട്. അത് പക്ഷെ സാറിനെ നമുക്ക് ആ സാധനം വരുന്നുണ്ട്. അത് ഇപ്പൊ ഫിസിക്കൽ, എന്റെ കാലത്ത് ഈ ഒന്ന് മുറ്റത്തും കൂടി ഇറങ്ങണില്ല, ഞാനൊക്കെ പറമ്പ് എത്ര ഓടിയിരുന്നു അല്ലേ, അങ്ങനെ പറയൂലേ? ബീങ് പാരന്റ് നമ്മൾ പറയും, നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്, നടന്നിട്ടാണ് മദ്രസയിൽ പോയിരുന്നത്, അപ്പൊ മഴക്ക് മഴ കൊണ്ടിരുന്നു, വെയിലിന് വെയിൽ കൊണ്ടിരുന്ന്. ഇനിയിപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിൽ പറയും ചെരുപ്പ് എപ്പോഴാ കണ്ടുപിടിച്ചത്. അപ്പം ആ ഒരു ഫിസിക്കലി കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഫിസിക്കലി ബുദ്ധിമുട്ട് അനുഭവിക്കാത്തല്ല, ഫിസിക്കലി ഒരു ഇനാക്ടിവിറ്റി വരുന്നുണ്ട്. അത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഫിസിക്കലി ആക്ടിവിറ്റി ഉള്ളിലേക്ക് വരേണ്ട ആവശ്യമില്ല.
ജീവിത രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നില്ല എന്നുള്ളത്. അതായത് ഇപ്പം നമ്മള് കുട്ടികളുടെ അടുത്ത് പീടിയെ പോയി സാധനം വാങ്ങിക്കാൻ പറയും. ഇപ്പൊ എല്ലാവർക്കും അടുത്തൊക്കെ പീടിയ ഉണ്ടാവും. അതാണ് ഇപ്പൊ ഒരു ആക്ടിവിറ്റി ആയിട്ട് വരിക. പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് ഇത് കാര്യങ്ങളുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുട്ടികളുടെ അടുത്ത് പറമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ അയൽവാസിന്റെ അടുത്ത് പോയിട്ട് അവിടെ പോയി പാല് കൊണ്ടുവരാൻ, ഇങ്ങനെ കുറച്ചും കൂടി ടാസ്ക് കൂടുതലാണ്. ഇപ്പൊ കൊത്തി കിളയ്ക്കണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് കൂടി നിന്ന് കൊടുക്കാൻ പറയും, വിറകെടുത്ത് വെക്കാൻ, അങ്ങനത്തെ സംഭവം. അങ്ങനെ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, കുട്ടികൾക്കും ഉണ്ടായിരുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പം ഇനാക്ടിവിറ്റി എന്ന് പറഞ്ഞ സംഭവം മൊത്തത്തില് സൊസൈറ്റിയിലേക്ക് കയറി വന്നതാണ്. അതാണ് ഇപ്പൊ ഡിജിറ്റൽ ഹാബിറ്റ്സിന്റെ കൂട്ടത്തില് ഫിസിക്കൽ ഇനാക്ടിവിറ്റി വരുന്നത്. ശരിയാണ്. അത് ഈ ഒരു മക്കള് മാത്രല്ല, അതെ, എല്ലാവരുടെ അടുത്തും വന്നിട്ടുണ്ട്. അതിലിപ്പോ കുട്ടികളെ പാരന്റ് പറയുമ്പോ കുട്ടിന്റെ സൈഡ് മാത്രം അവർക്ക് എന്ന് വെച്ചാല് ഞാനൊക്കെ വളർന്നില്ലേ, ഞാനൊക്കെ വലുതായില്ലേ, ഞാനൊക്കെ നന്നായില്ലേ. അപ്പൊ ഇനിയിപ്പോ കുട്ടികളാണല്ലോ വളരേണ്ടതും വലുതാവേണ്ടതും നന്നാവേണ്ടതും. അപ്പൊ അതുകൊണ്ട് അവരല്ലേ അവരുടേതായ രീതിയിലെ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഹൗ ഷുഡ് വി കൺസീവ് അവർ യങ്ങർ ജനറേഷൻ എന്നുള്ളതിനുള്ള കറക്റ്റ് ക്ലാരിറ്റിയിലുള്ള ഐഡിയ ഇതിൽ വരുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ സ്ലീപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, എല്ലാത്തിലും വന്നിട്ടുള്ള ഓരോരോ ചേഞ്ചസും എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ബാധിക്കുക. ഇപ്പം കുട്ടികള് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇഷ്യൂ കുട്ടികളുടെ ഇടയിൽ ഭയങ്കരമാണ്. രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ബാധിക്കുന്ന കുട്ടികളുണ്ട്. രാത്രി നേരത്തെ കിടന്നുറങ്ങാത്ത പിള്ളേരുണ്ട്. അത് ഇപ്പം ഈ സാറിന്റെ പ്രൊജക്ടിന്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കറന്റ് സൊസൈറ്റി എന്നുള്ള പോലെയാണ് സാർ ലിസ്റ്റ് ചെയ്യണത്. അതായത് ഇപ്പൊ എന്റെ വീട്ടിലത്തെ കുട്ടി എന്താ നേരത്തെ ഉറങ്ങാത്തത്, അത് നീ ഉറങ്ങാത്തതുകൊണ്ടാ, നിന്റെ കേടാ, നീ ശരിയല്ല, ഈ ലൈനല്ല വരുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി സൊസൈറ്റി അത് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് സാറിന്റെ പ്രൊജക്റ്റിൽ ആദ്യം തന്നെ ഉണ്ട്. അതുമെന്നാണ് ഹൗ ടു ഡു എന്നുള്ളതിന്റെ നെക്സ്റ്റ് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ഹൗ ടു ഡൂയിലേക്ക് നമുക്ക് പതുക്കെ എത്താം. ഓക്കെ, ഡോക്ടർ റഹീമുദ്ദീൻ PK സാറിന്റെ ബിഹേവിയർ വാക്സിൻ പ്രോജക്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള യങ്ങർ ജനറേഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. എന്തോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരാള് ശ്രദ്ധിക്കുന്ന സമയം, ഒരാൾ അതിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് പ്രിപ്പറേഷൻ വേണം. എന്താണെന്ന് അറിയണം, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബോധം വേണം, എന്നെ കൂടെ പറ്റുന്ന കാര്യമാണെന്നുള്ള ആ ഒരു സെൽഫ് എഫിക്കസി ഉണ്ടല്ലോ. എനിക്ക് പറ്റുന്ന കാര്യം ഈ ചെയ്യുള്ളൂ, എനിക്ക് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിലപ്പോൾ ചിലതൊക്കെ ഒന്ന് ചെയ്യണ്ടെന്ന് തന്നെ വെക്കണ ഒരു പ്രവണത ഉണ്ട്. അപ്പൊ ഇതിപ്പം കേൾക്കുമ്പോൾ ഒക്കെ നാളെ മുതൽ എൻ്റെ കുട്ടിക്ക് ഞാൻ ബിഹേവിയർ വാക്സിൻ കൊടുത്ത് തുടങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ എന്തോ വലിയൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ നിൽക്കൂല. അതിലൊരു കാര്യമൊന്നുമില്ല എന്നാൽ വളരെ നെവർ ആക്കുന്ന ഐഡിയ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ നിൽക്കൂല. അപ്പോൾ ആ ഒരു ഓക്കെ ദിസ് ഇസ് സംതിങ് വി ക്യാൻ ഡു, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യണം, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഡൂയിങ് എന്നുള്ളൊരു ഐഡിയ വരിക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് വേണ്ടി വരിക. അപ്പൊ ഈ പ്രൊജക്റ്റില് 4 എലമെന്റ്സ് ആണ് പറയണത് ബിഹേവിയർ വാക്സിൻ പ്രൊജക്റ്റില്. ഈ ഒരു 4 എലമെന്റ്സിൽ ഈ വാക്സിൻ ഒരു ലൈഫ് സ്റ്റൈലാക്കി കൊണ്ടുവരാന്നുള്ള സാധനമാണ് വരുന്നത്. അതിപ്പം വേറൊരു സംഭവം എന്താന്ന് വെച്ചാല് ഇപ്പൊ പോളിയോക്ക് നമ്മള് ഒരു തുള്ളി മരുന്ന് കൊടുത്തിട്ട് പിന്നെ തുള്ളിമരുന്ന് എപ്പോ വന്നാലും കൊണ്ടുപോയി കൊടുക്കുമല്ലോ, അതുമാതിരിയാണ് ഈ ബിഹേവിയർ വാക്സിൻ പ്രൊജക്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി ആ ഒരു സമയത്ത് കൊടുക്കുക എന്നല്ലാണ്ട് ത്രൂ ഔട്ട് ദ ലൈഫ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണോ? അല്ലെ? ആണ്. ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാണ് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റാത്തൊരു സാധനമല്ല. അപ്പോ പോസിറ്റീവ് ലൈഫ് സ്റ്റൈലാണ് ഒരു എലമെന്റ്. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ എലമെന്റ്. പിന്നെ സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ വെൽബീയിങ് ആണ് നെക്സ്റ്റ് എലമെന്റ്. പിന്നെ വരുന്നതാണ് എന്താണ് ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുക എന്നുള്ളത്.
കമ്മ്യൂണിക്കേഷൻ, സ്കിൽ ട്രെയിനിങ്. ഇതൊക്കെ. അപ്പം ഇത് എന്താ പറയാ, ഈ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിച്ച മാതിരി തന്നെ എല്ലാവർക്കും ഡിജിറ്റൽ വെൽബീയിങ് ഒന്നുമല്ല, വീട്ടില് യുദ്ധമാണ്, യുദ്ധം എന്ന് പറയുന്ന പോലെ. കാരണമാണ് കുറെ നമ്മളെ ക്ലിനിക്ക് കേസുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഡിജിറ്റൽ ഫോണിന്റെ പ്രശ്നം മാറ്റി വെച്ചത് ഫുള്ള് തീരെ രീതിയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മള് സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ ഒരു എൽഡർലി മനുഷ്യൻ ആകെ പറഞ്ഞത് ഫോണാണ് പ്രശ്നം. അപ്പൊ ഡിജിറ്റൽ വെൽബീയിങ് അങ്ങനെയാണ്. അത് നമ്മൾ കേൾക്കുമ്പോ തന്നെ അതിനെ കുറിച്ച് പറയണോ വേണ്ടേ എന്നുള്ള സാധനം. പിന്നെ പോസിറ്റീവ് ലൈഫ് സ്റ്റൈലും സ്ട്രെസ് മാനേജ്മെന്റും പിന്നെ ലൈഫ് സ്കിൽസും, ഇത് മൂന്നും പറയുമ്പോൾ കൂടുതലും ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ സൈക്കോളജിസ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റണ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് കോച്ചിനൊക്കെ ചെയ്യാൻ പറ്റണ, മോട്ടിവേഷൻ ട്രെയിനറിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. പെരലിരിക്കണ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സാധനം. അങ്ങനത്തെ വലിയ ടേംസ് വരുമ്പോ അതിലൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അല്ലേ? അതെ അതെ അതെ. ടേംസ് വരുമ്പോ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നമ്മളൊരു പ്രത്യേക സമയം കണ്ടെത്തി അങ്ങനെ രീതിയിലല്ലാണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇത് ഇങ്ങനെ ശരിയാ അല്ലെ, സമയം കണ്ടെത്തല് ആ രീതി കൊണ്ടുപോകണം എന്നുള്ളതാണ്. സമയം എന്ന് വെച്ചാല് ഒരു ക്ലാസ് കേട്ടിട്ട് ലൈഫ് സ്കില്ലാണ്ട് ഉണ്ടാവുക, അങ്ങനല്ല. അതിങ്ങനെ നമുക്ക് ചില മോട്ടിവേഷൻ ക്ലാസ് കേട്ട പോലെ രാവിലെ നീച്ചിട്ട് ഇന്ന കാര്യങ്ങൾ, അപ്പൊ ഒരു ദിവസം 4 മണിക്ക് നീച്ചിട്ട് മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയ കാര്യങ്ങൾ, അത് ചിലപ്പോ ഒരാഴ്ച ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2-3 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിലല്ലാണ്ട് എന്റെ ജീവിതത്തിന്റെ കൂടെ പറ്റുന്ന സമയങ്ങളിൽ എന്റെ മെന്റൽ ഹെൽത്തിനെ ഞാൻ ഓക്കെ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ കുട്ടീന്റെ മെന്റൽ ഹെൽത്തിനെ ഓക്കെ ആക്കാൻ വേണ്ടി ജീവിതത്തോടൊപ്പം തന്നെ ഇതിനങ്ങനെ കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അതെ അതെ അതെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള വാക്ക് തന്നെ പറയണത് അതാണ്. ഓരോരോ ചിട്ടകൾ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞ മാതിരി സ്ലീപ്പ് ഹൈജീന്, ഫുഡ് ഹൈജീന്, എക്സസൈസ്, ഡയറ്ററി ഹാബിറ്റ്, ഇതൊക്കെയാണ്. അപ്പം അതിപ്പം നമുക്ക് അറിയാം സ്ലീപ്പ് എങ്ങനെ ഇരിക്കണം. രാത്രി ഉറങ്ങണം, പകല് അല്ല ഉറങ്ങേണ്ടത്. ഇതാണല്ലോ സ്ലീപ്പ് അല്ലെ. രാത്രി ആയി കഴിഞ്ഞാല് നമ്മൾ ഉറങ്ങുക, രാവിലെ ആയാല് എണീക്കുക. ബേസിക്കലി നമ്മള് രാവിലെ വർക്ക് ചെയ്യുന്നതിന്റെയും ഒക്കെ അതിനൊരു ചാർജ് ആവാനുള്ള ഒരു സമയം നമ്മള് ബോഡിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു സൈക്കിള്. അതെ, അതാണ്. അപ്പൊ അത് ഈ കുട്ടികളുടെ ഇടയില് രാത്രി ഉറങ്ങണില്ല എന്നുള്ളൊരു വിഷയം വരുമ്പം സംഭവം എന്താ വെച്ചാല്, പണ്ട് എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എന്റെയൊക്കെ രാത്രി തുടങ്ങിയിരുന്നത് ഒരു 6:30-ഒക്കെയാണ്. എനിക്കൊക്കെ രാത്രി ആവാന്ന് പറഞ്ഞ അത് 30 കൊല്ലം മുൻപ് ഉള്ളൂന്നുണ്ടെങ്കിലും അന്ന് കറണ്ട് ഇല്ല. കറണ്ട് എപ്പോഴും ഉണ്ടാവില്ല. ഉള്ള കറണ്ടിന് തന്നെ വോൾട്ടേജ് കുറവായിരിക്കും. അപ്പം വോൾട്ടേജ് കുറവാവും, കറണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രിയല്ലേ, രാത്രിക്ക് വെളിച്ചല്ലോ. അപ്പൊ പുസ്തകം വായിക്കാന് പറ്റൂല. പുസ്തകം വായനയാണ് കാര്യമില്ല. പിന്നെ എല്ലാരും കൂടി ഇരുന്ന് കളിക്കുക, ഇത് രണ്ടുമില്ല. അപ്പൊ രാത്രി എന്ന് പറഞ്ഞാല് 6 മണി, 6:30, 7 മണി ഒക്കെ ആയി കഴിഞ്ഞാൽ, 8 മണിയൊക്കെ ആയി കഴിഞ്ഞ പാതിരയാണ്. പിന്നെ ഒരു ദിവസം 8 മണിയൊന്നും കാണാത്ത രീതിയിലുള്ള ആളായിരുന്നു. മാക്സിമം 9 o'clock അത് കഴിഞ്ഞിട്ടുള്ളത് കാണാത്ത. അപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് 2 മണി, 1 മണി ആ രീതിയിലാണ് ഭയങ്കര. അതെ അതെ. അപ്പൊ അത് ലൈറ്റ് അല്ല അതിലുള്ള ഇഷ്യൂ. ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മളെ റൂമിലത്തെ ലൈറ്റ് ഓഫ് ചെയ്താലും പേഴ്സണലൈസ്ഡ് ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഉറങ്ങാൻ വേണ്ടി ചിലപ്പോ ഒരു 10 മണിക്കോ 9 മണിക്കോ ആയിട്ട് പോയി കിടന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സാധനം കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉറങ്ങാൻ കിടന്നിട്ടുണ്ടോ വെച്ചാൽ കിടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് ആ സമയങ്ങളിൽ. ഉറങ്ങാനായാലും പറ്റാത്തൊരവസ്ഥ വരിക. അപ്പൊ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കുക എന്നുള്ള സാധനമാണ് എല്ലാവരും ചെയ്യണത്. പക്ഷെ അത് റിലാക്സ് ആവുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഇതേ സാധനമാണ് കുട്ടികൾക്കും സ്ലീപ്പ് ഹൈജീനെ ബാധിക്കുന്ന വിഷയം വരുന്നത്. അപ്പൊ ഡിവൈസസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഡിവൈസസിനോട് നമുക്ക് എന്തായാലും സമരമൊന്നുമില്ല, ശത്രുതയൊന്നുമില്ല. ഇപ്പം ChatGPT, AI കൂടുതൽ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിജിറ്റൽ സ്കിൽസിന്റെ അവയർനെസ് ക്ലാസ് വരെ നമ്മളെ ടീം നടത്തി. ഡിജിറ്റൽ സ്കിൽസ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ വേർ ടു കീപ് ദ ഡിവൈസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലാണ് ഈ സ്ലീപ്പിന്റെ ഇഷ്യൂ വരുന്നത്. ഡിവൈസും ലൈറ്റ്സ് ഓഫ് ചെയ്യണ സാധനമൊക്കെ. അപ്പം ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഡേ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മള് സൈക്കോളജിസ്റ്റുമാർ, നമ്മളൊരു ഡേ എന്ന് പറഞ്ഞാൽ എണീക്കണം, ക്ലിനിക്കിൽ പോകണം, വർക്ക് ചെയ്യണം, തിരിച്ചു വരണം. ക്ലിനിക്കത്തെ ഈ ബേർഡനൊക്കെ വൈകുന്നേരം വന്ന് നമുക്കൊന്ന് റിലീവ് ആവണം എന്ന് വിചാരിച്ചിട്ട്
നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞാല് നമുക്ക് റിലാക്സ് ആവണം, ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം പേഴ്സണലി. അപ്പം നമുക്ക് ഉറക്കം കളയല്ലാതെ വേറെ നിവൃത്തിയുണ്ടോ? ഇതല്ലേ നമ്മളെ രണ്ടുപേരുടെയും ക്വസ്റ്റ്യൻ, നമ്മളെ പോലെ തന്നെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെയാണ് നമ്മള് ഈ പറഞ്ഞ 6 മണി 7 മണിക്കൊക്കെ രാത്രി ആയിരുന്ന ആൾക്കാർക്ക് 8 മണി 10 മണി 12 മണി ചിലപ്പോഴൊക്കെ 2 മണി ഒക്കെ ആവണത്. അപ്പം ഇങ്ങനെ ഒരു സ്ലീപ്പ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള്, ഇത്രയും കേസുകൾ കണ്ടിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ബിഹേവിയറിനെ അത് ബാധിക്കും എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനിയിപ്പോ രസങ്ങളൊക്കെ ഒഴിവാക്കണല്ലോ എന്നുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ചിന്ത വരുമ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ എന്താ ചെയ്യാ, എന്നാ പിന്നെ അതിന് നിൽക്കണ്ട, ഒന്നെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ടെന്ന് തീരുമാനിക്കും, അല്ലെങ്കിൽ എന്നാ ചെയ്യാൻ നിൽക്കുക അതുകൊണ്ട് രസങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിക്കും. ഒരു ഓൾ ഓർ നൺ സാധനമാണ് യൂസ് ചെയ്യാം. ഞാനെന്നാ ഇന്ന് മുതൽ സ്ലീപ്പ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാം, അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ ഈ വീഡിയോ കണ്ടു സൈക്കോളജിസ്റ്റ് പറഞ്ഞു 8 മണിക്ക് ശേഷം 8 മണി മുതൽ രാത്രിയാണ്. അപ്പൊ നമ്മൾ എന്തായി, ലൈഫ് ഡ്രൈ ആയി. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു കൂട്ടുകാരന് 10ാം ക്ലാസ് എക്സാം വരുന്നുണ്ട്. 10ാം ക്ലാസ് ഇപ്പം എക്സാം ആയിട്ടില്ല, മാർച്ചിലാണ്, എന്നാലും സെപ്റ്റംബർ ആയി. 4 മണിക്ക് എണീക്കണം, 11 മണിക്ക് ഉറങ്ങുള്ളൂ. ഞാൻ എന്താ ചെയ്യാ ഓൻ നല്ല പയ്യൻ. അപ്പൊ അവൻ തന്നെ പ്രാക്ടീസ് ചെയ്യാം. രാത്രി 11 മണിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കണം, അതിൻ്റെ ഇടയിൽ ക്ലാസ്. അപ്പം അവന് ആ പറഞ്ഞ സാധനം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. 15 വയസ്സായ കുട്ടി ആ റൂട്ടീൻ അവന് എന്താ ചെയ്യണത്, അവന്റെ ലൈഫ് ബോറിംഗ് ആക്കുകയാണ്. നമ്മള് ഭയങ്കര വെർസറ്റൈൽ ആയിട്ടുള്ള സാധനമാണ് ഈ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാല്. ഒരേ റൂട്ടീന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വിട്ടതല്ല. പറ്റൂല. അപ്പൊ നമുക്കൊരു റൂട്ടീൻ, സ്ലീപ്പ് റൂട്ടീൻ കൊണ്ടുപോവാ, സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുപോവാ, രാത്രി ഈ സമയത്ത് ഉറങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ഈ പറഞ്ഞ പോലെ ഒരു ടിക്ടോക്ക് എന്ന് പറഞ്ഞ ക്ലോക്ക് വെച്ചിട്ട് ഇന്ന നേരമായി കഴിഞ്ഞാല് ഓഫ്, അത് വർക്കാവില്ല. ഇപ്പൊ ഓഫ് വഴി ബെഡ് പോയി കിടന്നാലും നമുക്ക് വർക്കാവില്ല. പക്ഷെ ഒരു ടൈം ഫ്രെയിം വേണം, ഒരു ഏകദേശ ടൈം ഫ്രെയിം വേണം. ഒരുപാട് സ്ലീപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന് ബാധിക്കണ പോലെ അത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സാധനം വേണം. അപ്പം ഞാൻ എപ്പോഴും പറയും, ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ റൂട്ടീൻ 7 days വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 day വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഐഡിയ നമുക്ക് കിട്ടണ്ടേ. ഇപ്പം സ്ലീപ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാറിന്റെ പ്രൊജക്റ്റിൽ തന്നെ നെക്സ്റ്റ് വരുന്ന സാധനമാണ് ഫിസിക്കൽ വെൽബീയിങ്, എക്സസൈസിന്റെ പ്രാധാന്യം. എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാനും എൻ്റെ കൂടെ സൈക്കോളജിസ്റ്റ് നമ്മളെ ക്യാമറമാനും കൂടി ഡിസ്കസ് ചെയ്യായിരുന്നു എക്സസൈസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നാളെ മുതൽ day 1 എക്സസൈസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ day 1 day 2 day 3 day 30 ആയി കഴിഞ്ഞാലും നമ്മൾ നിർത്താതെ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യില്ല. കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് നാളെ മുതൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങളും കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പിന്നെയും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. അതാണ് പ്രധാനം അല്ലേ. ഇടയ്ക്കൊന്ന് ബ്രേക്ക് വന്നു കഴിഞ്ഞാലും ഓക്കെ, ഇനി ഇത് വേണ്ട എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയി ബ്രേക്ക് വന്നാലും കണ്ടിന്യൂസ് ആയി വന്നാലും തിരിച്ച് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക, അതേ പറ്റുള്ളൂ. യു ആർ എ ഹ്യൂമൻ ബീങ്, നിനക്കതേ പറ്റുള്ളൂ. യു ആർ നോട്ട് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്, അതാരും പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് അല്ല. ഓക്കെ. അപ്പം day 1 നിങ്ങൾക്ക് സ്ലീപ്പ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഡയറ്ററി പ്ലാൻ, ഇതൊക്കെയാണ് സർ പ്രൊജക്റ്റിൽ പറയണത്. ഇതൊക്കെ day 1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ day 1 day 2 day 3 പക്ക അടിപൊളി. day 4 day 5 വേണോ വേണ്ടേ, day 6 day 7 ആകുമ്പോഴത്തേന് ഇതൊക്കെ ഉണ്ട് നടക്കുക. കുറച്ചൊക്കെ ഞാൻ നോക്കി, ഇനിയിപ്പോ മതി, ഈ സ്ഥാനത്തേക്ക് നമ്മൾ എത്തും. ഓക്കെ. അപ്പൊ ആ എത്തല് ആണ് നമുക്ക് എന്തൊരു ഗൈഡ് ലൈൻ വന്നാലും ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യാം. ബീങ് എ പാരന്റ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ വെൽബീങ് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ
അത് പക്ക ഗൈഡ് ലൈൻസ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ. 1/2 hour പാടുള്ളൂ, 2 വയസ്സ് വരെ, 2 hour പാടുള്ളൂ, 15 വയസ്സ് വരെ. ഇത്ര വയസ്സുള്ളവർക്ക് അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് നമ്മളിപ്പോ ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. 6 മാസം വരെ ഉള്ളവർക്ക്, 1 വയസ്സ് വരെ ഉള്ളവർക്ക് ഒന്ന് എക്സ്പോസ് ചെയ്യരുത്. ഈ സാറൊക്കെ എല്ലാവർക്കും അറിയാം. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പം ഇപ്പം എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, 1.5 വയസ്സുള്ള കുട്ടി. അപ്പം 4 വയസ്സുള്ള ആള് ഇരുന്ന് കാണുമ്പോൾ ഓള് കൂടെ പോയി ചെറിയ കാണുമ്പോ എക്സ്പോസ് ചെയ്യാൻ പാടില്ല 1.5 വയസ്സുള്ള കുട്ടികളും. എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അവിടെ, പെട്ടെന്ന് പറ്റില്ല. കുട്ടികളാണ്, എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുകയാണ്, അവിടെ പോയിട്ട് എല്ലാവരെയും ഫോൺ എടുത്ത് വെക്കുക പോസിബിൾ അല്ല. അപ്പം നിങ്ങള് ഫിസിക്കൽ വെൽബീയിങ് നോക്കുന്നുണ്ട്, സ്ലീപ്പ് ഹൈജീൻ നോക്കുന്നുണ്ട്, ഡയറ്ററി ഹാബിറ്റ്സ് നോക്കുന്നുണ്ട്, ഡിജിറ്റൽ വെൽബീയിങ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഒരു ചാർട്ടിൽ എഴുതി വെച്ച പോലെയുള്ള പാരന്റിങ്. അവിടെയാണ് അത്. കുട്ടിക്ക് ഫോണ് കൊടുക്കാൻ പാടില്ല. കുട്ടീന്റെ ഫോണിന്റെ ടൈം കൂടരുത്, കൂടണം. അപ്പം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. സ്റ്റോപ്പ് ചെയ്ത് ടാൻഡ്രംസ് കാണിക്കണ ഒരു ബിഹേവിയർ, ടാൻഡ്രംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വമ്പൻ ടാൻഡ്രംസ് ആണ് കുട്ടികൾ കാണിക്കുക അല്ലെ. അപ്പൊ ആ സാധനം വരരുത്. ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കതിനെ കൺസീവ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഈ പ്രോജക്റ്റ് നമുക്ക് ഹെൽപ്ഫുൾ ആവുക. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ എങ്ങനെ പറ്റും എന്നുള്ളൊരു സാധനം വരും. പക്ഷെ ഇത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒക്കെ 4 ഫേസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം വേണ്ടത് ഈ പറഞ്ഞ പോലെ മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആവുന്നതും, രണ്ടാമത് എന്ത് റൂട്ടീനും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഈ ഒരു ഐഡിയ ആണ്. എങ്ങനെ ഇരിക്കണം ഓരോന്നും ഹാബിറ്റ് ഫോർമേഷൻ പറ്റുള്ളൂ എന്നുള്ളതിന്റെ ഒരു ഐഡിയ. ഓക്കെ. ഇതിലിപ്പോ ഈ ലൈഫ് സ്കിൽ ട്രെയിനിങ് ആ രീതിയിൽ വരുന്നുണ്ടല്ലോ അല്ലെ വാക്സിൻ്റെ അകത്ത്. അതെ. അപ്പോ ഒരു കുട്ടിക്ക് നമ്മൾ കേട്ടോണ്ടിരുന്നവർക്കാളും എന്താണ് ഈ ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിടയിൽ അത് കോമൺ ആണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് അത് കേൾക്കുമ്പോ എന്താ, അപ്പൊ അതില് നമുക്കൊരു ജീവിക്കാൻ ആവശ്യമുള്ള നൈപുണ്യ വികസനം എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറഞ്ഞാൽ അതിലേറെ കൺഫ്യൂഷൻസ് ആണ്. നൈപുണ്യ വികസനം എന്ന് പറഞ്ഞാൽ വർത്താനം പറയാൻ അറിയണം. അതെ, വർത്താനം പറയാൻ അറിയാൻ മാത്രം ആവില്ല അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇമോഷൻസ് ഹാൻഡിൽ ചെയ്ത് ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയല്ലേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വർത്താനം പറയാൻ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങള് പോയിട്ട് ഇരുന്നിട്ട് പിള്ളേരുടെ അടുത്ത് പോയിരുന്നാല്, ഗസ്റ്റ് വന്നാല് വർത്താനം പറയാൻ അറിയണം, പുതിയ ആൾക്കാർ വന്നാല് സംസാരിക്കാൻ അറിയണം, അവരെ ഇമോഷൻസ് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റണം. അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അസർട്ടീവ് ആയിട്ട് പറ്റില്ല എന്ന് പറയാൻ അറിയണം, ബുള്ളിങ് സാധനങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ് കേട്ടാൽ കിട്ടൂല. അത് മോഡൽസ് ആയിട്ട് എൽഡേഴ്സ് തന്നെ വേണം ട്രെയിൻ ചെയ്ത്. എൽഡേഴ്സിന്റെ മോഡലിങ്ങിലൂടെയാണ് ലൈഫ് സ്കിൽസ് വരുള്ളൂ. മോഡലിംഗ് ആണ് ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ എല്ലാ കാര്യത്തിലും. നമ്മളൊരു കുട്ടീനെ നീ ഈ രീതിയിലാവണം എന്ന് പറയുമ്പോൾ അതിന് നമ്മളൊരു മോഡൽ ആദ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ആവണം എന്നുള്ളത് കുട്ടിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് അത് കൂടുതലായിട്ട് കുട്ടികൾക്ക് എഫക്റ്റീവ് ആവുന്നത്, നമ്മളത് വേർബലി നമ്മൾ പറയുന്നതിനേക്കാളും അല്ലെ. അപ്പൊ മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് റൂട്ടീനായിട്ട് മോഡൽ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ there will be കുറെ അവസരങ്ങൾ വരും. അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ മോഡൽ ചെയ്യാൻ മടിക്കരുത്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കൂടെ ഇരുന്നിട്ട് കുട്ടി കാണണം നമ്മൾ സംസാരിക്കണം. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വെരി ട്രിക്കി ഏരിയ. പാരന്റിന്റെ ഇമോഷൻ അല്ലെങ്കിൽ മുതിർന്ന ആളുടെ ഇമോഷൻ അത് എക്സ്പ്രസ് ചെയ്യുന്നത് കുട്ടി കാണണം. ഉമ്മ ഓക്കെ അല്ല, ഉപ്പ ഓക്കെ അല്ല. അതില് നോക്കുമ്പോഴും പല സമയത്തും ഒക്കെ അല്ലാത്ത ഇമോഷൻസ് മാത്രമേ കുട്ടി കാണുന്നുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട് അല്ലേ. പാരന്റിന് ഒരു ഹാപ്പിനെസ് വരുമ്പോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് കുട്ടിക്ക് മോഡലാക്കാനോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷർ കുട്ടിക്ക് കിട്ടണില്ല ചില സമയങ്ങളിൽ അല്ലെ. നമ്മള് ക്ലിനിക്കൽ കേസുകൾ വരുമ്പോ എപ്പോഴും ഏതൊരു ഹാബിറ്റ്, അതായത് ഉമ്മ ഒക്കെ അല്ലാത്ത അല്ലെങ്കിൽ എന്റെ ഉപ്പ ഒക്കെ അല്ലാത്തത് കണ്ടിട്ട് എനിക്ക് ഡിസ്കംഫേർട്ട് ആണെന്നുള്ള രീതിയിൽ ഉള്ള സംഭവങ്ങളാണ് കൂടുതൽ വരുന്നത്. എന്റെ പാരന്റ് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പാരന്റ് ഹാപ്പി ആവുന്നുണ്ട്, എന്റെ പാരന്റ് കേപ്പബിൾ ആണ്, സക്സസ്ഫുൾ ആണ് എന്നൊരു സാധനം കുട്ടി കണ്ടിട്ട് അത് മോഡൽ ചെയ്യണവര് ബേസിക്കലി അങ്ങനെയുള്ള ഒരു ക്ലിനിക്കിലേക്ക് വരൂല. പക്ഷെ അങ്ങനെയുള്ളത് കാണിച്ചു കൊടുക്കാനും പലപ്പോഴും പാരന്റ്സ് മടിക്കാറുണ്ട്. എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതെ അതെ അതെ.
അപ്പം അത് ഇമോഷൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുട്ടികളായിട്ട് കണക്ട് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ലൈഫ് സ്കിൽസിലെ ഇമോഷൻസിന്റെ സംഭവം മാനേജ് ചെയ്യാനുള്ള കുട്ടിക്ക് വരാം. പിന്നെ വരുന്നതാണ് ഈ സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റ് ഇതിൽ വരുന്നതാണല്ലോ. സ്ട്രെസ് വന്നു കഴിഞ്ഞാല് ഏറ്റവും രസം എന്താ വെച്ചാല് കുട്ടിക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാല് പാരന്റ് ഇതിനേക്കാളും സ്ട്രെസ്ഡ് ആവാനുള്ള ഒരു സാധ്യത വരും. അത് കുട്ടിനെ വീണ്ടും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കുകയാണ്. അതെ അതെ അതെ, എനിക്ക് സ്ട്രെസ്ഫുൾ ആവുന്നത്. അത് ശരിക്കും മനസ്സിന് കേൾക്കണോ. ഇപ്പം 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് വന്ന ആള്, അയാൾക്ക് 30 വയസ്സും പാരന്റിന് 60 വയസ്സുമാണ്. 65 വയസ്സായിട്ട്. ആ 30 വയസ്സുകാരൻ സ്ട്രെസ്ഫുൾ ആയി, അയാൾക്ക് ഒരു ഡിഫിക്കൽട്ടി, ചില സ്ട്രെസ് ബോഡിയിൽ കാണിക്കുമല്ലോ. അത് ഈ പറഞ്ഞ പാരന്റിന് കൂടുതൽ സ്ട്രെസ്ഫുൾ ആയി. പാരന്റും ഫാദറും സണ്ണും കൂടി ഇരുന്നിട്ട് ടെൻഷൻ. അപ്പൊ ഇതിപ്പോ നിങ്ങൾ പറയുമ്പോൾ ആലോചിക്കണം എന്താ വെച്ചാല്, എത്രത്തോളം ഇയാൾക്ക് എത്ര കേപ്പബിലിറ്റി വരും ഫാദർ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിക്ക് പോയാൽ. ഫാദർ പറയണെന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ഓക്കെ, കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഫാദർ പറയുമ്പോ ഇറ്റ്സ് ഓക്കെ എത്ര ടെൻഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്നലെയും പറഞ്ഞു കൊടുത്തു, ഞാൻ മിഞ്ഞാന്നും പറഞ്ഞു കൊടുത്തു, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് ശരിയാവും. ആ ശരിയാവും എന്നുള്ള പറച്ചില് കൂടെ ഇരുന്നിട്ട് ഇദ്ദേഹത്തിന് ഞാനിങ്ങനെ കംഫോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഫാദറിനെയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോ ഞാൻ ആലോചിക്കേണ്ടത്, ഈ 30 വയസ്സ് 35 വയസ്സിന്റെ ഇടയിൽ എത്തിയിട്ട് പോലും ഫാദർ അൺകംഫോർട്ടബിൾ ആയി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ആള് വീണ്ടും അൺകംഫോർട്ടബിൾ ആയി. നമ്മൾ മെല്ലെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇറ്റ്സ് ഓക്കെ എന്നുള്ള സ്ഥാനത്തിലേക്ക് എത്തിച്ചതായിരുന്നു, റീസൺസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി സാധനം ഫാദറിന്റെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി സെഷൻ ഒരു ഓക്കെ ആവുമായിരുന്നു. പക്ഷെ പാരന്റിനെ നമുക്ക് കംഫോർട്ട് ചെയ്യാനുള്ള ഒരു ടൈം ഗ്യാപ്പ് കിട്ടില്ല. അപ്പം പാരന്റ് പിന്നെ ആൾക്കും തന്നെ കുറെ കൺസേൺസ് ഉണ്ട്. ആള് മെഡിക്കലി ആണോ ചെയ്യേണ്ടത് എന്നുള്ള അങ്ങനെ കുറെ കൺസേൺസ് ഉണ്ട്. അപ്പം മെഡിക്കലി ഇനിയും കൂടുതൽ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോവാണ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ ഫാദറിന്റെ കംഫോർട്ട് ഒരു സണ്ണിന് എത്രത്തോളം ഒരു ഒരാൾ പേടിക്കുമ്പോൾ കൂടെ നിന്നിട്ട് കൂടുതലുള്ള ആൾ അതിനേക്കാളും പേടി. അപ്പൊ അത് എൽഡർ പീപ്പിളിന്റെ അടുത്ത് നിന്നാണ് കുട്ടികൾ എക്സ്പെക്ട് ചെയ്യണം. നോട്ട് ഓൺലി പാരന്റ്സ്, എൽഡർ അതർ എന്ന് പറഞ്ഞ ഒരു സാധനം ടീച്ചേഴ്സ് ആയിട്ട് വരും. എൽഡർ അതർ എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് പലയിടത്തും വരുമല്ലോ, കസിൻസ് ആയിട്ട് വരും, അങ്കിൾസ് ആയിട്ട് വരും, ഓൺസ് ആയിട്ട് വരും. എൽഡർ ആയിട്ടുള്ള അതർ പീപ്പിളിന്റെ അടുത്തുനിന്ന് പാനിക്കും ആങ്സൈറ്റിയും എന്താ അനാവശ്യമായിട്ട് ഇമോഷൻസും വരുന്നത് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് മാനേജ്മെന്റിനെ വല്ലാണ്ട് ബാധിക്കണമായിട്ട് കാണും. അപ്പോ ബിഹേവിയർ വാക്സിൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ മാറ്റങ്ങളായിട്ട് കാണാൻ, നമുക്ക് അതിൽ എത്രത്തോളം എഫക്റ്റീവ് ആക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ് പഠിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിടണം എന്നുള്ള ഒരു സംഭവത്തിൽ കൂടിയാണ് സാർ ആദ്യം ഇതിനൊരു ലേഖനം മാതൃഭൂമിയിൽ ഉണ്ടായത്. നിങ്ങള് ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽസ് ഒക്കെ അപ്പോൾ അല്ല ഐഡിയ എപ്പോഴാണ്, അപ്പൊ അതാണ് സ്കൂൾ തുടങ്ങിയപ്പോഴാണ് മെയിൻ ആയിട്ട് സാധനം പറഞ്ഞത്. അപ്പൊ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോ നമ്മൾ എന്തൊക്കെ സെറ്റാക്കും കുട്ടികൾക്ക്, ബാഗ് ഐറ്റംസ്, സാധനങ്ങൾ, യൂണിഫോംസ്, അതെ മെറ്റീരിയൽസ് ഒക്കെ സെറ്റാക്കും. അപ്പൊ അതിന്റെ കൂട്ടത്തില് കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആങ്സൈറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ കുട്ടികൾ പറയുന്ന ഒരു ആങ്സൈറ്റി എന്താ വെച്ചാല് സിലബസ് മാറി, ക്വസ്റ്റ്യൻ പേപ്പർ മാറി, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റത്തെ ഓണപരീക്ഷന്റെ മുൻപത്തെ യൂണിറ്റ് ടെസ്റ്റിന് തന്നെ എത്ര പാരന്റ്സ് അറിയോ കുട്ടികളെ കൊണ്ട് വന്നത്, സ്കൂളിൽ പോകുമ്പോ തലവേദന, സ്കൂളിൽ പോകുമ്പോ ഛർദി, സ്കൂളിൽ പോകുമ്പോ പനിക്കുക, ആങ്സൈറ്റിയാണ്. വേറെ ഡോക്ടർമാരെ കാണിച്ചതൊന്നും കുഴപ്പമില്ല. അപ്പോ അത് എന്താണ്, നമ്മള് പ്രിപ്പയർ ചെയ്യണ കൂട്ടത്തില് എനിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാല് എനിക്ക് ഇതൊക്കെ ഉണ്ടാവും, ഒരു വെപ്രാളം ഉണ്ടാവും. കുട്ടികൾ ഒരിക്കലും ഫേക്ക് ചെയ്യണമല്ല അല്ലേ, ഫേക്ക് ചെയ്യണതൊന്നുമല്ല, പാവങ്ങളാണ്. നല്ല രീതിയിൽ അത് ബാധിക്കണം. ഐ മീൻ അവർക്ക് ഫീൽ ചെയ്യണുണ്ടാവും ഉള്ളില്, മടിയോണ്ടാണ്. പക്ഷെ അല്ല അങ്ങനെ പറയാ, മടിയോണ്ട ആ തലവേദന മടിത്തലവേദന അത് മാറിക്കോളും. ആ രീതി കുട്ടികൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആ തലവേദനയും വയറുവേദനയും ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെയാണ് സാറിന് ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലുള്ള ഇമ്പോർട്ടൻസ്. ഇമോഷൻസ് അവർക്ക് ഭയങ്കര ഓവറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്.
ഈ രീതിയിലാണ് അവര് പുറത്തേക്ക് വരുന്നത്. ഉള്ളിൽ അത്രയും പെയിൻഫുൾ ആയിട്ട് അവർക്ക് ഹേർട്ട് ചെയ്യണത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മള് ഫസ്റ്റില് പറയല് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു സ്കൂള്, കുറച്ച് പഠിത്തം, കുറച്ച് എഴുത്ത്, അതിനിപ്പോ ഇങ്ങനെ ബേജാറായി ഇങ്ങനെ. അപ്പൊ ആ സംഭവം പ്രിപ്പയർ ചെയ്യാണ് ഇമോഷൻസിനും വേണ്ടിയിട്ട്. ഈ സ്ട്രെസ് ഒന്നാമത് ഈ പറഞ്ഞ പോലെ ഇതാണ്, എന്തൊക്കെ വരും, എന്തൊക്കെ ആവും, എങ്ങനെയൊക്കെ ആവും എന്നുള്ള അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള സംഭവങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെന്റിൽ പറയണ്ടല്ലോ, എക്സസൈസും മെഡിറ്റേഷനൊക്കെ കുട്ടികൾക്ക് പറ്റും, ബ്രീതിങ് എക്സസൈസ് ഒക്കെ പറ്റും. അപ്പം അത് ഇപ്പൊ നമ്മൾ ആലോചിക്കും എല്ലാവരും മാനസികരോഗികളാണ് അങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ. അതാണല്ലോ ഫസ്റ്റ് പറയാ. അപ്പൊ മാനസിക രോഗി എന്നുള്ളതല്ല, മെന്റൽ ഹെൽത്ത് കീപ്പപ്പ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് ക്ലിയർ കട്ട് പ്ലാൻ ആദ്യം മുതലേ കുട്ടികൾക്ക് വേണം. അതെ, ഇതിപ്പോ നമ്മള് ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ നമ്മള് അതൊരു പ്രോബ്ലം ആക്കി എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറ്റ് കറക്റ്റ്, ഇന്ന ഭക്ഷണങ്ങള്, വൈറ്റമിൻസ് ഉണ്ടാവണമെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് ഒരിക്കലും ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വെല്ലുവിളിയുള്ള കുട്ടി ആയതുകൊണ്ടോ അല്ല, ഒരിക്കലും ആ രീതിയിലല്ല. മെന്റൽ ഹെൽത്തിന് ഓക്കെ ആക്കുക, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മൾ ഒരു മുൻഗണന അതിനും കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. അതിന്റെ പ്രാധാന്യം കൂടുതലായി എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്തിൽ ഈ പറഞ്ഞ സ്ട്രെസ് കൂടുതലായിട്ട് വരുന്നു. സ്ട്രെസ് കാരണം ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ കാണുന്നു. എക്സാം ഒരു വലിയ അക്കാഡമിക് ഇഷ്യൂ, ഒരു വലിയ പ്രഷറായി മാറുന്നു. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എക്സാംസ് കുറച്ചും കൂടി ലീനിയന്റ് ആണ് പണ്ടത്തെ എക്സാംസിനെക്കാളും എന്ന് പറയാം. പണ്ടൊന്നും 10 എല്ലാവരും പാസ്സാവില്ല എന്ന് പറയും. കൂടുതൽ റിസോഴ്സസ് അവൈലബിൾ ആണ്, സപ്പോർട്ട് സിസ്റ്റം അവൈലബിൾ ആണ്, ട്യൂഷൻസ് അവൈലബിൾ ആണ്, മെന്റേഴ്സും കോച്ചസും സൈക്കോളജിസ്റ്റും എല്ലാം വലിയ ടീം തന്നെ ഉണ്ടെങ്കിലും എക്സാം കോമ്പറ്റീഷന് ആ സംഭവം ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ, ഇപ്പം നമ്മളടുത്ത് പിള്ളേർ വരുമ്പോൾ ഹൈ IQ ആയിരിക്കും, പക്ഷെ എക്സാം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇരിക്കാൻ പറ്റിയാൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, പക്ഷെ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ, അപ്പൊ ഇത് സ്പീക്കിംഗ് ഔട്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണില്ല, സ്പീക്കിംഗ് ഔട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണില്ല. സ്പീക്കിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാനോസ് ചോദിച്ചില്ലേ, ഇവർക്ക് ഈ ഇമോഷൻ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണുണ്ടോ? ഉള്ളില് ഇപ്പൊ അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, അതൊക്കെ അഭിനയിക്കായിരിക്കും അല്ലേ ഇടങ്ങാറായിട്ട്? അല്ല, ഇടങ്ങാറ് ഉള്ളിൽ അനുഭവിക്കണം, ഇടങ്ങാറ് പുറത്തേക്ക് കാണിക്കണം. അപ്പൊ അവിടെ ഒരു ആക്സെപ്റ്റൻസിന്റെ സാധനം ആവശ്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞ സ്പീക്കിംഗ് ഔട്ട് ഹെൽപ്ഫുൾ ആവുക. ബോഡിയിൽ ഓരോരോ സിംറ്റംസ് ഓഫ് ആങ്സൈറ്റി കാണിച്ചാലാണ് ഈ പറഞ്ഞ മെഡിറ്റേഷന് പ്രാധാന്യം വരുന്നതും ഫിസിക്കൽ എക്സസൈസിന് പ്രാധാന്യം വരുന്നതും. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഇത് ഉണ്ട്, അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യണം. അപ്പം ഡേ 1, ഡേ 2, ഡേ 3 നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം അതില് നല്ല രീതിയിലുള്ള മാറ്റം വരും. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യത്തെ ആഴ്ച 1 ദിവസം പറ്റുണ്ടാവുള്ളൂ, രണ്ടാമത്തെ ആഴ്ച 3 ദിവസം പറ്റുണ്ടാവും, മൂന്നാമത്തെ ആഴ്ച 5 ദിവസം പറ്റുണ്ടാവും, നാലാമത്തെ ആഴ്ച ആവുമ്പോൾ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ജസ്റ്റ് 1 month ഓൺ നിങ്ങൾ ഡിജിറ്റൽ വെൽബീയിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ, 1 month ഓൺ നിങ്ങൾ ഡയറ്റ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ, സ്ലീപ്പ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ, എന്താ പറയുക, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് 1 month ഓൺ കുട്ടീൻ്റെ ബോഡിയിൽ ഫിസിക്കൽ മാറ്റം വരുന്നു, സ്ട്രെസ്സിൽ മാറ്റം വരുന്നു, പ്രഷർ ഹാൻഡ്ലിങ്ങിന് മാറ്റം വരുന്നു. ബുള്ളിയിങ് നടക്കുന്നുണ്ട്, അസർട്ടീവ് ആവണം എന്നുണ്ടെങ്കിൽ ആ ബുള്ളിയിങ്ങിൽ അസർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ബുള്ളിയിങ്ങിൽ നമ്മൾ ബുള്ളി ചെയ്യാതിരിക്കുക പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആ കാര്യത്തിന് നമ്മൾ എങ്ങനെ എടുക്കണു എന്നുള്ളത്. അതെ, വിക്ടിമൈസ്ഡ് ആവാണ്ടിരിക്കാൻ. അവിടെ അസർട്ടീവ് സ്കില്ല് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ അത് പഠിക്കണം. അതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു പാരന്റിന്റെ അടുത്ത് കുട്ടി വന്നിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ ആ കഥ മുഴുവനും കേൾക്കാനും അതിലെന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് ക്ഷമയോടെ സംസാരിക്കാനും ഒക്കെ പറ്റണം. കുറച്ചും കൂടി ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ കഥകൾ പറഞ്ഞിട്ട് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. ഡെയിലി സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നല്ലതാണ്, സ്വന്തം അനുഭവത്തിനുള്ള സ്റ്റോറി ടെല്ലിംഗ് നല്ലതാണ്. പാരന്റ് ആൻഡ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള സാധനം ക്വാളിറ്റി ഫാമിലി ടൈം ആണ്. പാപ്പ, ഉമ്മ, കുട്ടികൾ, അച്ഛനമ്മ, മക്കൾ ഷുഡ് സിറ്റ് ഒറ്റക്ക് അവർ മാത്രമായിട്ട് ഇരുന്ന്, വിത്തൗട്ട് മൊബൈൽ ഫോൺസ്, വിത്തൗട്ട് സ്റ്റഡീസ്, വിത്തൗട്ട് അനദർ ആക്ടിവിറ്റീസ്, എല്ലാവരും ഒപ്പം ഇരിക്കുക, ബി അവൈലബിൾ ഫോർ ഈച്ച് അതർ, ഫിസിക്കലി പ്രസന്റ് ആവുക. അപ്പൊ ആ ഫാമിലി ടൈം സാധനം വരുമ്പോഴാണ് പലരും ഓർത്തിട്ട് ഇന്ന് സ്കൂളിൽ അതുണ്ടായി, അവനെന്നെ അടിച്ചു, ഇവളെന്നെ വെറുതെ ഒറ്റപ്പെടുത്തി, ആ സാധനം സ്പീക്കിംഗ് ഔട്ട് വരില്ല. എപ്പോഴാണ്
അല്ലാണ്ട് മദർ ഇസ് ബിസി ഇൻ ദി കിച്ചൺ, ഫാദർ ഇസ് ബിസി വിത്ത് ഫോൺ കോൾ, ആരും ഒന്ന് തട്ടി വിളിച്ചിട്ട് ഓരോ സ്റ്റോറി പറയൂല. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലില് ഫാമിലി ടൈം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് സ്പീക്കിംഗ് ഔട്ട് വരിക. സ്പീക്കിംഗ് ഔട്ട് വരുമ്പോഴാണ് അസർട്ടീവ്നെസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. വാട്ട് ഹാപ്പൻഡ് വെൻ ഐ വാസ് യങ്, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സംബഡി സ്റ്റാർട്ടഡ്, ആള് ഫിസിക്കൽ ടച്ച് മോശമായി വന്നു, പക്ഷെണ്ണോ അപ്പം ഓക്കെ ദിസ് ഇസ് സംതിങ് വിച്ച് ഹാപ്പൻ വിത്ത് മൈ പാരന്റ്, എനിക്കും പറ്റും. ആ ഐഡിയ അപ്പോഴാണ് വരിക. അപ്പം പിറ്റേന്ന് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആകെ പാനിക് ആവാണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവും, ആ സാധനം പിക്ചറൈസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാല് നമ്മള് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 ഒക്കെ ആവുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. ഇപ്പൊ ഡിജിറ്റൽ വെൽബീങ്ങിന്റെ കാര്യത്തിൽ എപ്പോഴും പറയാം 3 ദിവസങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് ഡിജിറ്റൽ യൂസ് ചെയ്തിരുന്ന ഒരാളെ ഡിജിറ്റൽ നമുക്ക് ഒരിക്കലും ഡിവൈസ് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ കേർബ് ചെയ്ത ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ 3 ദിവസം നിങ്ങൾ ഒരു സാധനം പ്രാക്ടീസ് ചെയ്താൽ 4th ഡേ തൊട്ടിട്ട് ആ മെസ്സേജ് ആൾക്ക് എത്തിയിട്ടുണ്ടാവും. പ്രായത്തിന്റെ വ്യത്യാസമുണ്ട്, എന്നാലും എത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പ്രാക്ടീസിങ് എന്നുള്ള സാധനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയ റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളത് വിത്ത് അവർ ഓൺ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു മാജിക് ഒന്നുമല്ല, ആ പ്രാക്ടീസിന് ആ റിസൾട്ട്. അപ്പം അതിപ്പം ബിഹേവിയറിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ബിഹേവിയറിൽ പറഞ്ഞാൽ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി മാറ്റണം. പാരന്റും ചൈൽഡും എന്നും തല്ലാണ്, ഇനി തല്ലുണ്ടാവരുത്, പാരന്റിന് താല്പര്യമുണ്ട്, ഓക്കെ. അപ്പം പോസിറ്റീവ് ലൈഫ് സ്റ്റൈലും സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്, ഡിജിറ്റൽ വെൽബീയിങ്, ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ഓരോന്നോരോന്നായിട്ട് പാരന്റ് അഡാപ്റ്റ് ചെയ്ത് ജീവിതത്തിൽ കൊണ്ടുവരാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പാരന്റ് സംസാരിക്കാൻ നോക്കും, കുട്ടി തിരിച്ച് സംസാരിക്കില്ല, അടികൊടുന്ന കുട്ടിയാണല്ലോ. ഇവിടെ ഏറ്റവും പാരന്റ് സംസാരിക്കാൻ നോക്കും, കുട്ടി ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നോക്കുമ്പം കുട്ടി ആദ്യം മുഖം ഉയർത്തി നോക്കാൻ തുടങ്ങും. കുട്ടി പിന്നെ മെല്ലെ ഓക്കെ ആ ജെന്റിൽനെസ് വരുന്നുണ്ടല്ലോ പാരന്റിന്റെ അടുത്ത് നിന്നുള്ള സാധനം കേട്ടിട്ട് അതിലേക്ക് എത്താൻ നോക്കും, ഓക്കെ. അപ്പം വീക്ക് 1, വീക്ക് 2, വീക്ക് 3 ഈ പറഞ്ഞ പോലെ വീക്ക് 4 വരെ പാരന്റ് ഒരേ രീതിയിൽ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം വരും. പേഷ്യൻസ് എന്നുള്ളത് പാരന്റ്സിനും വേണം അല്ലേ? അതെ, അല്ല വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസ് പാരന്റിന് ഇല്ലാത്ത സാധനമൊന്നുമല്ല, പാരന്റിനല്ല എല്ലാ മനുഷ്യനും ഉള്ള സാധനമാണ്. അപ്പം ഇത് ഭയങ്കര ടാസ്കും അല്ല. വി പ്രാക്ടീസ് പേഷ്യൻസ് ഇൻ അവർ വർക്ക് പ്ലേസ്. നമ്മളെല്ലാവരും അത്യാവശ്യം ക്ഷമയോടുകൂടി നമ്മൾ ജോലി സ്ഥലത്ത് നിൽക്കുന്നത്. വി പ്രാക്ടീസ് പേഷ്യൻസ് ഇൻ അവർ പബ്ലിക് പ്ലേസസ് അല്ലേ? മാളിൽ പോയി കഴിഞ്ഞാൽ ട്രെയിൻ എത്തിയില്ലെങ്കിൽ, ബസ് വന്നില്ലെങ്കിൽ നമ്മളാരും ഡ്രൈവറെ ഷൗട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കണമെന്ന് പറയില്ല. അതേ സാധനം വീട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ റോട്ടുമ്മൽ പ്രാക്ടീസ് ചെയ്യും അല്ലേ, പെർസിവിയർ ചെയ്യും അല്ലേ, എന്നും ഒരേ റൂട്ടിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോകും, എന്നും തിരിച്ചു വരും, പെർസിവറൻസ് ആണ് എന്ന്. അപ്പൊ അതേ സാധനം നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വെൻ ഇറ്റ് കംസ് ടു ഫാമിലി, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ് ഫാമിലിയാണിത്, ഇവിടെ എനിക്ക് എന്റെ പോലെ എന്റെ ഇഷ്ടമുള്ള പോലെ എനിക്ക് എന്റെ സ്വന്തം തനതായ രൂപം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാണ്, നമുക്ക് അവകാശമാണ് ആണ്, അല്ലാതല്ല പറഞ്ഞത്. പക്ഷേ വെൻ വി നീഡ് സംതിങ്, നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമ്മളെ മക്കള് അവരെന്തായിരിക്കണം, അവർക്ക് അപകടങ്ങൾ വരരുത്. അപകടങ്ങൾ വരികയാണ്, അപകടം എന്ന് പറഞ്ഞാല് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപകടങ്ങൾ വരികയാണ്. കുട്ടികളും തമ്മിൽ അറ്റാക്ക് ചെയ്യാണ്, വേദനിക്കുകയാണ്, മാനസികമായിട്ട് ശാരീരികമായിട്ട് ഹത്യകൾ നടക്കുകയാണ്, സെൽഫായിട്ട് ഹാം, മരണം, മറ്റുള്ളവർ. അപ്പൊ അപകടങ്ങൾ വരാണ്ടിരിക്കണമെങ്കിൽ വി ഷുഡ് ബി പ്രാക്ടീസിങ്. അത് ഇമ്പോർട്ടന്റ് അല്ലേ? അതിമെന്നാണ് എല്ലാം തുടങ്ങുന്നത്. ലൈക്ക് എവറിത്തിങ് ഇസ് വെരി കാം ആൻഡ് ക്വയറ്റ്. ഇവിടെ നിങ്ങൾ പോയിട്ട് ഇത് ചെയ്യണം എന്ന് പറയല്ല. ഇത് കേൾക്കുന്ന ഒരാളും നമ്മളും ഇത് അനുഭവിക്കുകയാണ്. കുട്ടികൾ എന്തുകൊണ്ട് കുട്ടികളല്ല, കൗമാരക്കാരെന്തുകൊണ്ട് ചിറകടിച്ച് പാറി പാറി നടക്കുന്ന തുമ്പികളും പൂമ്പാറ്റകളുമല്ല? വൈ ആർ ദേ സ്ട്രെസ്ഫുൾ, വൈ ആർ ദേ ഇൻ പ്രഷർ, വൈ ആർ ദേ ഗോയിങ് ഫോർ? ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ ഞാൻ പ്രത്യേകിച്ച് പറയാണ്ടിരുന്ന സാധനം തന്നെയാണ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് സാറ് പറയണുണ്ട്. അപ്പം അത് വരുന്നുണ്ട്, ജസ്റ്റ് ലൈക്ക് മിഠായി കഴിക്കണം മാതിരി കഴിക്കുന്നുണ്ട്, പിള്ളേരുടെ അടുത്ത സാധനം എത്തുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ട് ഇത് വരുന്നു? വരരുത്. വി ഹാവ് എ കറക്റ്റ് മോട്ടീവ്, നമുക്ക് പാത്ത് കാണുന്നുണ്ട്, എവിടെ എത്തണം, എന്താവരുത്, എന്തായിരിക്കണം, ഇതിലേക്ക് എങ്ങനെ വഴി. സംബഡി സേയിങ്, സാർ പറയുന്നുണ്ട്, സാർ ഒരു വഴി പറഞ്ഞു തന്നു, എല്ലാവരും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്,
സാറിന്റെ വഴിക്ക് ഭയങ്കര പ്രോമിനൻസ് ഉണ്ട്. ഇഫ് യു ക്യാൻ അഡാപ്റ്റ് ഇറ്റ്, ഇന്നു മുതൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി പ്രൊഡക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്. മാറ്റം വരികയാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളും നിങ്ങളെ കുട്ടിയും നെക്സ്റ്റ് ലെവൽ ഓഫ് പാരന്റിങ്, അതായത് പാരന്റിങ് ഇസ് എ സ്ട്രഗിൾ. ആ സ്ട്രഗിൾ ഫേസ് കഴിഞ്ഞിട്ട് യു ആർ ഗോയിങ് ടു ബി അറ്റാച്ച്ഡ്. നിങ്ങളും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് കാരണം കുട്ടികളും ഗ്രോ ചെയ്യാണ്. കുട്ടി ബാക്കിയുള്ളവരായിട്ട് ബോണ്ട് ചെയ്തിട്ട് കുട്ടിയിൽ നിന്ന് ബാക്കിയുള്ളവർ ഗ്രോ ചെയ്യാണ്. പോസിറ്റീവ് ഗ്രോത്ത് ഇൻ ദി സൊസൈറ്റി ഇത് വരികയാണ്. അപ്പൊ അത് മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഉള്ള ഒരു പ്രൊജക്ട് സാറിന്റെ തലേന്നും വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇറ്റ് ഇസ് വെരി സിഗ്നിഫിക്കൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ വഴിയിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഇതാണ്. ഇതുപോലെ കുറേ സംഭവങ്ങൾ ഉണ്ട് ഇതിൽ. ഈ ബിഹേവിയർ വാക്സിൻ പ്രൊജക്റ്റ് നമുക്ക് ഡെയിലി ലൈഫിലേക്ക് ആസ് എ പാരന്റ്, ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എൻ എഡ്യൂക്കേറ്റർ, ടീച്ചർ ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഗോ ത്രൂ ഇറ്റ്, read more about it. Okay. Thank you.